ഹലോ സുഹൃത്തുക്കളെ, അസർബൈജാൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് ഞങ്ങളുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഗുബുസ്ഥാനിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകണം കേട്ടോ. ഗുബുസ്ഥാൻ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ബാക്കു സിറ്റിയിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ഫ്ലെയിം ടവറും അതുപോലെ തന്നെ അവിടുത്തെ വ്യൂ പോയിൻ്റ് എല്ലാം കണ്ടു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡേയിലെ ബാക്കു സിറ്റി ടൂറ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞതായിരുന്നു, പക്ഷേ ഇത് വിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ നമുക്കിത് കംപ്ലീറ്റ് ആക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഗുബുസ്ഥാൻ പോകുന്ന വഴിക്ക് നമ്മൾ ഇതും കൂടി കണ്ടിട്ടാണ് പോയത്. എന്തായാലും ഞങ്ങൾ ഫ്ലെയിം ടവർ കണ്ടു കേട്ടോ. എന്തായാലും ഫ്ലെയിം ടവർ രണ്ട് മുകളാണുള്ളത്, ഒന്ന് രാത്രി കാഴ്ച ഒന്ന് പകൽ കാഴ്ചയും. ഏറ്റവും രസമുള്ള രാത്രി കാഴ്ച കേട്ടോ. അത് ഫ്ലെയിം, അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് അവിടെ കിട്ടും ഈ ഫ്ലെയിം ടവർ. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തിയിട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടോപ്പിലെത്തി കാര്യങ്ങളൊക്കെ കണ്ട് അവിടുത്തെ വ്യൂസും കാര്യങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെ പറയാം. അടിപൊളിയായിട്ടുള്ള ബാക്കു സിറ്റി കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഗസ്ബിയൻ സീയും അതുപോലെ തന്നെ ആ സിറ്റിയും എല്ലാം നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ഫുള്ള് കാണാൻ പറ്റൂട്ടാ. ഇതെന്തായാലും ഒരു സൂപ്പറായില്ലേ, ഒരു കാറിലൊരു ചായക്കട, ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ ഗുബുസ്ഥാനിലേക്ക് കേട്ടോ. ഗുബുസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് കാണാനുള്ളത് മഡ് വോൾക്കാനുണ്ട്, പിന്നെ അവിടുത്തെ കുറച്ച് ഹിസ്റ്ററികൾ കാര്യങ്ങളൊക്കെ ഉറങ്ങി കിടക്കുന്ന സ്ഥലം, പിന്നെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോകണം. പല വ്ളോഗേഴ്സിൻ്റെയും ചാനൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് മഡ് വോൾക്കാനിൽ ഇറങ്ങി കുളിക്കണതും അതുപോലെ തന്നെ ആ ചളിയിൽ ഇറങ്ങിയിട്ട് നീന്തണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കൗതുകമുണ്ട് ഇറങ്ങാൻ. പോകുന്ന വഴിക്ക് റെയിൽ പാലങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ജോർജിയക്കും അതുപോലെ തന്നെ അർമേനിയൊക്കെ പോകുന്ന ഒരു റെയിൽ പാലമാണെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മുടെ പറഞ്ഞത്. എന്തായാലും നമ്മൾ 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു ഗുബുസ്ഥാനിലേക്ക് എത്തിയേക്കണത്. അപ്പോൾ എന്തായാലും നമ്മൾ എൻട്രൻസിലേക്ക് കിടക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. നമുക്ക് അതിൽ എൻട്രൻസ് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം, അതായത് മ്യൂസിയത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് നമ്മൾ എടുക്കണം. അങ്ങനെ മൂന്നാമത്തെ ദിവസത്തെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായി നമ്മൾ ഗുബുസ്ഥാൻ മ്യൂസിയത്തിലേക്ക് എത്തിയേക്കണ്ടോ. ആ ഫ്രണ്ടിൽ കാണുന്നൊക്കെ വലിയൊരു എക്സ്പ്ലോഷൻ നടന്ന ഒരു പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ചെറിയൊരു മ്യൂസിയം പേര് പണിതിട്ടുള്ളത്. അപ്പോൾ ആ മ്യൂസിയത്തിലേക്ക് നമ്മുടെ ആശർ ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. എന്തായാലും ഇവിടുത്തെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമുക്ക് എന്തായാലും ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗുബുസ്ഥാൻ മ്യൂസിയം. മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകും. എന്തായാലും ഇതിൻ്റെ ഗുബുസ്ഥാൻ ചരിത്രങ്ങളാണ് മെയിൻലി ഉള്ളത്. കാരണം ഇവിടെ പണ്ട് കാലങ്ങളിൽ ആദിവാസി സമൂഹങ്ങളൊക്കെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടേതായ കൾച്ചർ കാര്യങ്ങൾ, അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അവർ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ, അവിടുത്തെ മൃഗങ്ങൾ, ഏതാണ്ട് ആ ഭാഗത്തുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു മ്യൂസിയത്തിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടത്തെ കാലങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഈ മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ അതൊരു കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു മ്യൂസിയം ഉണ്ടാക്കിയേക്കണ്ട. ഗുബുസ്ഥാനിലാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഒരു മ്യൂസിയമാണ് ഇവിടെ. പിന്നെ നമുക്ക് കാണാനുള്ളത് ആ ഒരു മല കയറിയിട്ട് പോകണം. അവിടെയാണ് നമ്മുടെ ഈ കല്ലുകൾ കൊണ്ട് ചിത്രപ്പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മെയിൻലി ഈ ഒരു എക്സ്പ്ലോഷൻ നടക്കാണ്ട് മുന്നേ തന്നെ ഇവിടെ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദിവാസികൾ. അപ്പോൾ ആ ഒരു ബേസിലാണ് ഇവർ മ്യൂസിയം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതായാലും ആ ഒരു ഏരിയയൊക്കെ നമ്മൾ പോകണ്ടാവും. അവിടെ മെയിൻലി കാണാനുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഒരുപാട് ഗുഹകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഈ ചിത്രപ്പണികളൊക്കെ കല്ലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുന്നേ താമസിച്ചിരുന്ന ആദിവാസികൾ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഗുബുസ്ഥാനിലുള്ളത് കേട്ടോ. ഗുബുസ്ഥാനിൽ നമ്മൾ ഓൾറെഡി അവിടുന്ന് ഒരു മ്യൂസിയം വാച്ച് ചെയ്തില്ലേ, അവിടുന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഒരു ടിക്കറ്റിൽ തന്നെ നമുക്ക് ഇവിടെയും കയറാം, അതുപോലെ തന്നെ അവിടെയും കയറാം. ഇവിടെ മെയിനായിട്ട് കാണാനുള്ള ഈ കൊത്തുപണികളും പിന്നെ ഈ എക്സ്പ്ലോഷൻ സംഭവിച്ച ഒരു സ്ഥലമാണെന്ന് പറഞ്ഞത് നമ്മുടെ ഗൈഡ്. അത് വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പ്ലോഷൻ ഉണ്ടായ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞത് കേട്ടോ. അതാണ് ഈ കല്ലുകളൊക്കെ ഇങ്ങനെ കിടക്കണം. പിന്നെ ഇവിടുത്തെ ഒരു ആകർഷണം എന്ന് വെച്ചാൽ ഇതാണ്, മ്യൂസിക് വരുന്നൊരു കല്ലാണ്. ലജ്ജാവതി പഠിക്കുന്നു. ഭാരതത്തിന്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ എന്റെ പരക്കം ചെറിയൊരു മ്യൂസിക് വരുന്നു.
എന്തായാലും ഈ കല്ലിൽ നിന്ന് ഭയങ്കര മ്യൂസിക് വരും കേട്ടോ. നമ്മൾക്ക് സാധാ കല്ലിനെ കൊട്ടണ പോലെ നല്ല ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചരിത്രങ്ങളാണ് ഇവിടെ എഴുതിയേക്കണ്ട. പണ്ട് ആദിവാസികളൊക്കെ ഇതിൽ കൂട്ടിയിട്ടാണ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ചെറിയൊരു കല്ലിരിക്കുന്നുണ്ട്. അതിങ്ങനെ കൊട്ടി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ശബ്ദം കാര്യങ്ങളൊക്കെ വരും, ഒരു ഡ്രംസിൻ്റെ പോലെ. നമ്മളെന്തായാലും ഖുബുസ്ഥാനിലെ മെയിൻ എക്സ്പ്ലോഷൻ നടന്ന ആ ഒരു ഏരിയയൊക്കെ നമ്മൾ പോവുകയാണ്. എന്തായാലും നല്ല കാഴ്ചകളാണ്. അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല, ചൂട് കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതണ്ട ഈ ഒരു കൊത്തുപണികൾ കണ്ട കുറച്ച് മറ്റേ പോത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ആ കല്ലിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ ആ ഒരു കൊത്തുപണികളെന്ന് പറഞ്ഞാൽ. നമ്മൾ ഫോണിൽ ഇങ്ങനെ കണ്ടു അറിയില്ല, പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഒരു അട്രാക്ഷൻ ഉള്ളൊരു പിക്ചേഴ്സാണ് കാണുക. പൊട്ടുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഖുബുസ്ഥാനിൽ നിന്ന് ഇറങ്ങി കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥലമായിരുന്നു. എന്തായാലും പോയി കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അസർബൈജാനിൽ വന്നാൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്ത പ്ലേസായ മഡ് വോൾക്കാനോയിലേക്കാണ് പോകുന്നത്. മെയിൻ ആകർഷണം, അസർബൈജാനിലെ മെയിൻ ആകർഷണം. നമ്മൾ എന്ത് യൂട്യൂബിൽ കാര്യങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാലും ഈ മഡ് വോൾക്കാനം മസ്റ്റായിട്ട് കാണും. അപ്പോൾ എന്തായാലും ആ ഒരു ഏരിയക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളെന്തായാലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൽ ഇറങ്ങി കുളിക്കണം എന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. അതായത് ഞാനും വാഷറും ഈ ഷാമൊക്കെ എടുത്തിട്ടുണ്ട്. ആരൊക്കെ ഇറങ്ങുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ, മഡ് വോൾക്കാനോയിലെ കാഴ്ചകൾ. എന്തായാലും നമ്മൾ ആ ഒരു ഏരിയയ്ക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആ അവിടുത്തെ ഒരു പാത എന്ന് പറഞ്ഞാൽ ഒരു ഡെസേർട്ട് ഡ്രൈവ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആൻഡോ ഗൈഡ് 4 വീലർ ഒക്കെ ഇട്ടിട്ടാണ് പോയത്. ഞങ്ങൾ മഡ് വോൾക്കാനോയിലുള്ളൂ കേട്ടോ. ഏതാണ്ട് ഭയങ്കര സംഭവമായിട്ടാണ്. ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അടിയത്തെ ഭൂമിയുടെ പ്രഷർ കാരണം ഞങ്ങളെന്തായാലും മഡ് വോൾക്കാനോയിലേക്ക് എത്തിയേക്കുണ്ടാവും. ഇവിടെ വന്നപ്പോൾ വേറെ തന്നെ ഒരു സ്ഥലം. നമ്മളറിയാം ഈ ഒരു ഭൂമിയുടെ അടിയിലെ പ്രഷർ കാരണം ഇവിടുത്തെ ആ മണ്ണിൻ്റെ ക്ലേ ആണ്, അടിയിൽ ഗ്യാസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരികയാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, അത് ശ്രദ്ധിച്ച് കാണുമ്പോൾ മനസ്സിലാവും അതൊരു തിളച്ച് വരുന്നത്. എന്തായാലും ഭൂമിയുടെ അടിയിൽ അത്രയും പ്രഷറാണ്. ഇവിടെ ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിയിൽ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ ഒരു പ്രഷറായിട്ട് വരുന്നത് കേട്ടോ. ഞങ്ങൾക്കിത് കണ്ടിട്ടൊക്കെ പേടിയിട്ടാ. ഞങ്ങളെന്തായാലും ഇറങ്ങില്ല എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്തായാലും ഇറങ്ങിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് ഞങ്ങൾ സെറ്റായിട്ടാ. ആ ഒരു ഏരിയയിൽ കാണാനാണ് നമ്മുടെ ചെറിയൊരു എക്സ്പ്ലോഷൻ നടന്ന പ്ലേസ് തന്നെയാണ് അത്. പക്ഷേ ഒരു വെള്ളമായിട്ടാണ് വന്നേക്കുന്നത് അവിടെ. ഇവിടെ മഡും അവിടെ കുറച്ച് ചെറിയൊരു തടാകം പോലെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുളിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് വേണം കുളിക്കാൻ. ഇവിടുത്തെ വോൾക്കാനോയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വോൾക്കാനാണ്. ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്ന ഒരു പ്ലേസിലേക്കാണ് നമ്മൾ വന്നത്. എന്തായാലും ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വേണ്ടില്ല, ചെറിയൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലക്ക് എന്തായാലും നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ബാത്താണ് മഡ് വോൾക്കാനോ. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് മഡ് വോൾക്കാനോയിലേക്ക് ഇറങ്ങി കേട്ടോ. ആദ്യം നിന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി. നമ്മളെന്തായാലും താഴത്തേക്ക് ഇറങ്ങി പോകണില്ല. കാരണം ഇതിൻ്റെ ഗ്യാസൊക്കെ പ്രഷർ കാരണം നമ്മൾ താഴത്തേക്കൊന്നും ഇറങ്ങി പോകണില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായി, ഞങ്ങളെന്തായാലും പോയി. ഞാൻ ഇറങ്ങി. എന്തായാലും എല്ലാവരും വളരെ ഒരു കൗതുകമായിട്ടാവും. ഞങ്ങളൊപ്പം വന്ന കലയിലേക്കായാലും എല്ലാവരും പേടിയുണ്ട് ഞാൻ എന്തായാലും അടിയിലേക്ക് ഇറങ്ങി പോകുമെന്ന്. പക്ഷെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്തായാലും എല്ലാവരും ആസ്വദിച്ച് നിന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഞാൻ ഇറങ്ങാൻ പറഞ്ഞു. നമ്മുടെ ഗണേശേട്ടനോടും മോനോടൊക്കെ ഇറങ്ങാൻ പറഞ്ഞു. പക്ഷെ അവരാരും ഇറങ്ങിയില്ല. എന്തായാലും ഞാൻ ഇറങ്ങി, എന്തായാലും എൻജോയ് ചെയ്തു. അതായത് ഈ മഡ് വോൾക്കാനോയിൽ ഭയങ്കര നമുക്ക് ഒരു അടിപൊളി ബാത്താണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിനും സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു ബാത്താണെന്നാണ് നമ്മൾ ഒരു സയൻറ്റിഫിക്കലി ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കുളിക്കാനായിട്ട് ഒരുപാട് പേര് പല രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനെന്തായാലും കുളിച്ചു, ഭയങ്കര എൻജോയ് ചെയ്തു. എന്തായാലും സോപ്പൊക്കെ ഇട്ട് കുളിക്കണ പോലെ തന്നെ നമ്മൾ കുളിച്ച് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആഷിറിനെയും കൂടി ഇതിലിറക്കി. അപ്പം അവനും ഒരു എൻജോയ്മെൻ്റ് ആയി. അപ്പോൾ അവനും ആദ്യം ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും സീൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ആഷിറൊക്കെ ഇറങ്ങി. അപ്പോൾ അവനും എൻജോയ് ആയി, ഒരു കൂട്ടായി. എന്തായാലും ചളി ആയത് പിന്നെ പോകാനൊക്കെ കുറേ പാടാണ്. അതാണ് നമ്മൾ മെയിൻലി ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു. എന്തായാലും അസർബൈജാൻ വരുമ്പോൾ ഈ മഡ് ബാത്ത് എന്തായാലും ചെയ്യുക. എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തായാലും നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. വേറെ ശരീരത്തിന് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല.
നമ്മൾ മുന്നേ കാണിച്ച ചെറിയൊരു തടാകയില്ലേ, അവിടെയൊക്കെ പോയിട്ടാണ് ഞങ്ങൾ നമ്മുടെ ശരീരത്തിലെ മേലെ ചളികൾ കാര്യങ്ങളൊക്കെ കഴുകാൻ പോണത്. അപ്പോൾ എന്തായാലും അവിടുത്തെ ഒരു കാഴ്ചകളും കൂടി കാണാം നമുക്ക്. സംഭവം നമ്മൾ മഡ് വോൾക്കാനോയിൽ കുളിച്ചിറങ്ങിയപ്പോഴാണ് നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ആയത് കേട്ടോ. ആ ഗ്യാസിൻ്റെ മണവും സ്മെല്ലും ഒക്കെ പാടെ കൂടിയിട്ട് നമുക്ക് ഭയങ്കര തണുപ്പ് അനുഭവപ്പെട്ടു. ഞങ്ങൾ ആ തടാകത്തിൽ കുളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ചളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകി വൃത്തിയായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും വരുന്നവരൊക്കെ ഒരു പഴയ ഡ്രസ്സൊക്കെ ഇട്ട് കരുതുക. നമുക്ക് തോർത്തുമുണ്ട് അതുപോലെ തന്നെ എല്ലാം കരുതിയിട്ട് വേണം വരാൻ, കുളിക്കാൻ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ കാര്യങ്ങൾ ഇപ്പുറത്ത് ചെറിയൊരു കുളിക്കണ സംഭവമുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ കാര്യമൊന്നുമില്ല. എന്തായാലും കഴുകി വൃത്തിയാക്കി ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ ഈ മഡ് വോൾക്കാനിൽ നിന്ന് വിട പറയണം കേട്ടോ. നല്ല കാഴ്ചകളായിരുന്നു ഇവിടുത്തെ. ഇപ്പം മസ്റ്റായിട്ടും ഈ ഒരു ഏരിയക്ക് വരിക, കുളിക്കുക, കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക കേട്ടോ. ഇതാണ് നല്ലൊരു അനുഭവമാണ് എനിക്ക് അനുഭവപ്പെട്ട്. എന്തായാലും വോൾക്കാനിലൊക്കെ കുളിച്ചിട്ടാ ആകെ തളർന്നിരിക്കുകയാണ്. നല്ല ഇടങ്ങറുണ്ട് ചളി പോവാൻ. ആരും കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ 3ാമത്തെ ദിവസത്തെ ടൂറും കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. മഡ് വോൾക്കാനോ കണ്ട് എൻജോയ് ആക്കി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അസർബൈജാനിലെ നമ്മളൊരു 3 ദിവസം അടിപൊളിയായിട്ട് കറങ്ങി. എന്തായാലും നമ്മൾ ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോയിലൊക്കെ കാണാം. എന്തായാലും ഞങ്ങൾ അസർബൈജാനിൽ നിന്ന് വിട പറയാണ്. അടുത്ത വീഡിയോ കാണും വരെ ബൈ.